ഹാഗിയ സോഫിയയുടെ മുമ്പിലാണിപ്പോൾ. ടർക്കിയിലേക്ക് ട്രാവൽ ചെയ്ത ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലെത്തിയിട്ട് ഒരു മഴയുള്ള വെളുപ്പാങ്കാലത്ത് പുറപ്പെട്ടു. ആദ്യം ബഹ്റൈനിലെത്തി, പിന്നെ അവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അടുത്ത ഫ്ലൈറ്റിന് നേരെ ഇസ്താൻബുൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കഥാനായികയെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ എൻ്റെ ക്യാമറയൊക്കെ എങ്ങോട്ടോ പോയി. ഞാനിവിടെ വെച്ച് മോളെ മീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്നും മോള് ലണ്ടനിൽ നിന്നും അവിടെ വെച്ച് കണ്ടുമുട്ടുമായിരുന്നു. നമ്മളിപ്പോൾ ഇസ്താൻബുളിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മകളെ കണ്ടുകിട്ടി. ഇസ്താൻബുളിൽ നിന്ന് അതിമനോഹരമായ അവിടുത്തെ ലോക്കൽ സമയം ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ താമസിച്ച ഏരിയയുടെ തൊട്ടടുത്ത് ഇസ്തിക്ല എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ സ്ട്രീറ്റാണ്. പബ്സ്, നൈറ്റ് ലൈഫ്, ഈറ്ററീസ്, ഷോപ്പിങ്ങിനൊക്കെ ഫേമസ് ആയ സ്ട്രീറ്റാണ്. ടക്സിം സ്ക്വയർ തൊട്ട് ഗാലാട്ട ടവർ വരെയാണ് ഈ സ്ട്രീറ്റ് ഉള്ളത്. അതവിടെ മുലക്കച്ചെറ പോലെ ക്രൗഡായിരുന്നു. ഇവിടുത്തെ ഒരു അട്രാക്ഷനാണ് ആ വിൻറ്റേജ് ട്രാമുകൾ. ഞാനിവിടുന്ന് സ്റ്റഫ്ഡ് മസിൽസ്, മിഡിയ ഡോൾമ എന്നാണ് ഇതിന് പറയുന്നത്, കഴിച്ച് നോക്കുവാണ്. എനിക്ക് ഡോൾമാമ്മയെ ഓർമ്മ വന്ന് ജഗതിയുടെ. ഈ കല്ലുമിക്കായുടെ അകത്ത് റൈസാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഇസ്താൻബുൾ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ടാണ് കിടക്കുന്നത്. ഈ വീഡിയോയിൽ ഇന്ന് കാണുന്നതെല്ലാം യൂറോപ്യൻ സൈഡാണ്. പിന്നെ ഒരു ബഹളം കേട്ട് ഞാൻ ആദ്യം കുറച്ച് ഞെട്ടിപ്പോയി. ആദ്യം ഓർത്ത് എന്തോ കലാപമാണോ എന്ന് വിചാരിച്ച്. പിന്നെ ആ നോക്കിയപ്പോൾ ഗാലട്ടാസറായി എന്ന് പറയുന്ന ഒരു ടർക്കിഷ് ഫുട്ബോൾ ടീമുണ്ട്. ടർക്കിയിലെ ഫേമസ് ആയിട്ടുള്ള അവരുടെ മാച്ച് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഹോട്ടലിന് മുമ്പിൽ തടിച്ചുകൂടിയ ആൾക്കാരായിരുന്നു. പിറ്റേ ദിവസം ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെട്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഈ യെല്ലോ ടാക്സിക്കാർ ഉടായിപ്പാന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോയത്. മെട്രോയിലും ട്രാമിലൊക്കെയാണ് എത്തിയത്. സ്റ്റോപ്പിൻ്റെ പേര് സുൽത്താൻ അഹമ്മദ്. ഹാഗിയ സോഫിയയുടെ മുമ്പിലാണിപ്പോൾ. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോണ്യുമെൻറ്റ്സിൽ ഒരെണ്ണമാണ് ഹാഗിയ സോഫിയ. 6th സെഞ്ച്വറിയിൽ ഒരു ചേർച്ചായിരുന്നു. പിന്നീട് അത് ഒരു മോസ്കായിട്ട് മാറി. ഓട്ടോമാൻ എംപയർ എടുത്തു കഴിഞ്ഞിട്ട് അവർ അതൊരു മോസ്കായിട്ട് മാറ്റി. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് വീണ്ടും മ്യൂസിയമായി. പിന്നെ ഇപ്പോൾ 2020 ആയപ്പോൾ വീണ്ടും അത് ഒരു മോസ്കായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കത് കാണാം. AD 537 ഇതിൻ്റെ പണി പൂർത്തിയായത്. ബിസന്റൈൻ എംപററായ ജസ്റ്റീനിയനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രലായിട്ട് ഇത് ഉണ്ടാക്കിയത്. ഏകദേശം 1000 വർഷങ്ങളോളം അങ്ങനെ നിന്നു. പിന്നീട് അതിലും വലിയ ചേർച്ചസൊക്കെ വന്നു. ഇൻറ്റീരിയറും ലൈറ്റിങ്ങൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്ത്യൻ പിക്ചേഴ്സൊക്കെ ഇപ്പോഴും കാണാം. മൊസൈക്ക് അതൊന്നും കളഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. പിന്നീടാണ് മെഹമ്മദ് കോൺക്വറർ വന്നിട്ട് ഒട്ടോമാൻ എംപയറിൻ്റെ റൂള് വന്നപ്പോഴത്തേക്ക് മോസ്കായിട്ട് മാറ്റിയത്. അറ്റാതുർക്ക് എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ വന്നു കഴിഞ്ഞിട്ടാണ് മ്യൂസിയം ആക്കിയത്. ഇപ്പോൾ അതൊരു മോസ്ക് ആക്കിയ ശേഷം ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഈ ഡൂമിൻ്റെ ഹൈറ്റ് ഏകദേശം 55.5 മീറ്ററോളം ഉണ്ട്. പല സുൽത്താൻമാരെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൻ്റെ ഒരു സൈഡിൽ ഹാഗിയ സോഫിയ, മറ്റേ സൈഡിൽ ബ്ലൂ മോസ്കും ഉണ്ട്. നമുക്ക് ബ്ലൂ മോസ്കിലോട്ട് പോവാം. ബ്ലൂ മോസ്കിന് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നും പേരുണ്ട്. ബ്ലൂ സ്റ്റെയിൻ ഗ്ലാസും ബ്ലൂ മൊസൈക്ക് വർക്കൊക്കെ അകത്തുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത്. 1617 ഇതിൻ്റെ പണി തീർന്നത്. അപ്പോൾ അപ്പോഴത്തെ സുൽത്താൻ അഹമ്മദ് 12 വയസ്സിലെ സുൽത്താനായതാണ്. 18 വയസ്സായപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ച് ഹാഗിയ സോഫിയേക്കാളും വലിയൊരു മോസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ബ്ലൂ മോസ്ക് ഉണ്ടാക്കിയത്.
ഓട്ടോമൻ ആർക്കിടെക്ചറിൻ്റെ വളരെ ഭംഗിയുള്ള ഒരു മാസ്റ്റർ പീസാണ് ബ്ലൂ മോസ്ക്. ഇത് മറ്റേ പറ്റിക്കൽസ് ഐസ്ക്രീം കാരനുണ്ടല്ലോ, ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ, അയാളാണ്. ഒരു സ്പെഷ്യൽ ലഞ്ചാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യവും പിന്നെ ബോസ്ഫറസ് ക്രൂസിൽ പോയതും ഒക്കെ അടുത്ത വീഡിയോയിലിടാം. ചെന്ന ദിവസം തന്നെ ബക്ലാവ വിത്ത് ഐസ്ക്രീം ട്രൈ ചെയ്തു. സൂപ്പറായിരുന്നു. അയാളുടെ അടുത്ത് ഐസ്ക്രീം വാങ്ങിക്കണം. വഴിയിൽ ഇഷ്ടംപോലെ പൂച്ചകളൊക്കെ ഉണ്ട്. വീഡിയോ ഞാൻ ദൂരെ നടന്നു തരാം. നീ അവിടെ